കുത്തിയോട്ട് ബാലന്മാർ ഇവിടെ നേരത്തെ പുറത്തേക്ക് പോയിരുന്നു. അവർ തിരിച്ചെത്തി ഇവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ തോറ്റമ്പാട്ട് നടക്കുന്ന സ്ഥലത്ത് വീണ്ടും തോറ്റമ്പാട്ട് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ അതിനുള്ളിൽ തോറ്റമ്പാട്ട് പാടുന്ന ആളുകളുണ്ട്. നമുക്കത് അവർ തോറ്റമ്പാട്ട് പാടുന്നത് കേൾക്കാൻ കഴിയും. അവരുടെ കയ്യിൽ ഈ ചിലമ്പുള്ളതിന് അതിൻ്റെ സൗണ്ട് ഈ കൂട്ടിയിടിക്കുന്നതിൻ്റെ സൗണ്ട് ഉള്ളതിനാൽ അവർ പറയുന്നത് പുറത്ത് നിൽക്കുന്ന നമുക്ക് വ്യക്തമാകില്ല. അല്ലേ മുത്തി? അതെ, താളത്തിൻ്റെ ശബ്ദം മാത്രമാണ് നമുക്ക് കൂടുതൽ വ്യക്തമാവുക. പാട്ട് അധികം വ്യക്തമാവുന്നില്ല. കുത്തിയോട്ട ബാലന്മാരെ കൊണ്ടിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശം നിറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് അവരെ ചൂരൽ കുത്തുകയും പിന്നീട് പുറത്തെഴുന്നള്ളിപ്പിന് ദേവിയെ അകമ്പടിയായി പോവുകയും ചെയ്യുക. ഈ ബാലന്മാരുടെ ദൃശ്യങ്ങൾ പലവട്ടം ഇങ്ങനെ നമ്മൾ കാണിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതെന്താണ് ഈ എന്ന് പറഞ്ഞാൽ അവർ ഈ പൊങ്കാലയ്ക്ക് മുൻപ് ഇവിടെയാണ് കഴിഞ്ഞ പൊങ്കാല തുടങ്ങിയ ദിവസം മുതലുള്ളത്. അവർ ഇവിടെ വന്ന് നോമ്പ് നോറ്റ് ഇവിടേക്ക് എത്തി 7 രൂപ നാണയങ്ങൾ ഇവിടെ ഒരു പള്ളിപ്പള്ളി പലകയുണ്ട്. ആ പലകയിൽ സമർപ്പിച്ച് അമ്മയുടെ സേവകരായി മാറുകയാണ്. പിന്നീട് ഈ പൊങ്കാല കഴിയും വരെ അമ്മയുടെ സേവകർ അവരാണ്. ഇന്ന് വൈകിട്ട് ഈ മണക്കാട്ടേക്ക് ഞാൻ പറഞ്ഞില്ലേ, മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നും അമ്മ എഴുന്നള്ളിക്കുന്നുണ്ട്. പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ എഴുന്നള്ളിക്കുമ്പോൾ ആറ്റുകാലമ്മയ്ക്ക് അകമ്പടി സേവിക്കുന്നത് ഈ കുത്തിയോട്ട ബാലന്മാരാണ്. അവർ വ്രതമൊക്കെ എടുത്ത്, ചെറിയ കുട്ടികളാണല്ല, അവർ വ്രതമൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ഇവരെ വൈകുന്നേര സമയങ്ങളിൽ ഇവർ കുളിക്കാനായി ക്ഷേത്രക്കുളത്തിലേക്ക് പോകും. അപ്പോൾ ആ പോകുന്ന സമയത്ത് രസകരമായ കാഴ്ചയാണ്. അതായത് ഇവരുടെ കുടുംബത്തിലുള്ള മറ്റാളുകൾ, അച്ഛനും അമ്മയൊക്കെ വന്ന് അവിടെ കാത്തു നിൽക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അവരോട് സംസാരിക്കാൻ ദൂരെ നിന്ന് സംസാരിക്കും. കാരണം കുറേ അധികം ദിവസം കുട്ടികളെ കാണാൻ നിൽക്കുന്നതാണ്. ഏറെ കൗതുകം എന്താണെന്നറിയോ, ഇവരൊക്കെ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരിക്കും. നല്ലൊരു ഗ്യാങ് ഉണ്ട് ഇവർക്ക്. ആ സംഘാംഗങ്ങൾ ഒരുമിച്ച് നല്ല തുള്ളിച്ചാടിയാണ് ഇതുപോലുള്ള ആചാരത്തിന്റെ ഭാഗമായി കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് ഇവർ ഒരുമിച്ച് പോവുക. 7 ഗ്രൂപ്പുകളായാണ് ഇവിടുന്ന് പോകുന്ന സമയത്ത്, ഈ എഴുന്നള്ളത്തിൻ്റെ സമയത്ത് ഇവർ പോവുക. അതിനുശേഷം അമ്മയ്ക്കൊപ്പം അകമ്പടി സേവിക്കുന്നത്, ആറ്റുകാല അമ്മയ്ക്കൊപ്പം അകമ്പടി സേവിക്കുന്നത് അതും ഒരാളായിരിക്കും. ബാക്കിയുള്ളവർ 7 സംഘങ്ങളായി അവിടെ നിന്ന് പുറപ്പെടും. അങ്ങനെയാണ് അവരുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ അവിടേക്ക് എത്തിയതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോഴും തിരക്കിന് ഒരു കുറവും കാണുന്നില്ല. ഇനിയും സമയം വിവേചനത്തിനുള്ള സമയം 1:20 നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തിരക്ക് വന്നിട്ടുണ്ട്. വീട്ടിൽ ചോദിക്കുന്നത് തിരക്കിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ എന്ന്. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇടയ്ക്ക് വന്ന് ഇവരുടെ ക്രമീകരണങ്ങൾക്കിടയിൽ ഒന്ന് പെട്ടുപോയി ദിവിഷ. അതായത് അകത്തേക്ക് കയറാനായി കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ പുറത്തേക്ക് ഇറങ്ങി പോകാമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോകാമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ആളുകളുടെ തിരക്കും അതോടൊപ്പം തന്നെ മറ്റ് ഈ പ്രധാനപ്പെട്ട അതിഥികൾക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലവും ഒക്കെ ക്രമീകരിച്ച് വന്നപ്പോൾ ഇത് അങ്ങ് പൂട്ടേണ്ടി വന്നു. അല്ലെങ്കിൽ ആ വഴിയിലൂടെ ഭക്തർ കൂടി അകത്തേക്ക് കയറിയാൽ ഈ പറയുന്ന തോറ്റമ്പാട്ട് പാടുന്ന നമ്മളിപ്പോൾ വിശാലമായി കാലിയായി കിടന്നിരുന്ന ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്ന ആ സ്ഥലം അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവിടെ ഇങ്ങനെ കാലിയായി കിടക്കില്ലായിരുന്നു. അവിടെ കൂടി ഭക്തരുടെ ഒരു കടന്നുകയറ്റം അവിടെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കെട്ടി അടയ്ക്കപ്പെട്ടുകൊണ്ട് നമ്മൾ അങ്ങ് പ്രതിസന്ധിയിലായി പോയി. നമ്മൾ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ സംഘാടകരുമൊക്കെ വെള്ളമൊക്കെ കൃത്യസമയത്ത് എത്തിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്തായാലും വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് പോയി തൊട്ടപ്പുറേ നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ അന്നദാനത്തിനൊക്കെ നിരവധി ആളുകളുണ്ട്.